ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് പുതിയൊരു അറേ മെത്തേഡാണ് JS പഠിക്കാൻ പോകുന്നത്, ഫോർ ഈച്ച് മെത്തേഡ്. ഇവിടെ ഞാനൊരു നമ്പേഴ്സിന്റെ അറേ എടുത്തിട്ടുണ്ടല്ലേ. ഈ അറേ കോഡ് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂപ്സ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണല്ലേ. ഫോർ ലൂപ്പ്, ഫോർ ഓഫ് ലൂപ്പ്, ഒരുപാട് ലൂപ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് അറേന്റെ ഓരോ എലമെന്റിനായിട്ട് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം. ഇവിടെ നമ്പേഴ്സ് അറേ ആയതുകൊണ്ട് നമുക്ക് ഈ നമ്പറിനെ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്പർ വെച്ച് ആഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്തിട്ട് ഓരോ അറേ എലമെന്റ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പൊ ആദ്യം നമുക്കിത് ട്രഡീഷണൽ ആയിട്ടുള്ള ഫോർ ലൂപ്പ് വെച്ചിട്ടൊന്ന് ചെയ്യാം. അപ്പൊ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എന്തായിരുന്നു? ഫോർ കീവേഡ്, ഓഫ്, ലെറ്റ്, കൗണ്ടർ വേരിയബിൾ കൊടുക്കുക. ഞാൻ ഫസ്റ്റ് 0 എന്നാണ് കൊടുക്കുന്നത്. ഐ ലെസ് ദാൻ അരേന്റെ ലെങ്ത് എടുക്കുക, അല്ലാതെ ലാസ്റ്റ് എലമെന്റ് വരെ മതിയല്ലോ. ലെങ്ത് അതിനെ പ്ലസ് പ്ലസ് ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ പ്രിന്റ് ചെയ്യുമ്പം അരേന്റെ എലമെന്റ്സിനെ എങ്ങനെയാ എടുക്കുന്നത്? നമ്പേഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞ് എടുത്തു. അപ്പൊ നമുക്ക് ഓരോ എലമെന്റ് ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ പ്രിന്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കൗണ്ടർ വേരിയബിളിന്റെ ആവശ്യമുണ്ട്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയാലോ, അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ ഇതുപോലെ അറേസിനെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡേൺ മെത്തേഡ് ആണ് ഈ ഫോർ ഈച്ച് ലൂപ്പ്. ഇത് കൂടാതെ മാപ്പ്, റെഡ്യൂസ്, ഫിൽറ്റർ ഒക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇന്ന് നമുക്ക് ഫോർ ഈച്ച് എന്താ നോക്കാം. അപ്പൊ ഞാൻ ഈ കോഡിനെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് നമുക്ക് ഫോർ ഈച്ച് എന്താ നോക്കാം. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കുറെ അറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയായിരുന്നു? പുഷ്, പോപ്പ്, ഷിഫ്റ്റ്, അൺഷിഫ്റ്റ്, സ്ലൈസ്, സ്പ്ലൈസ്, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ. അതുപോലെ ഒരു മെത്തേഡാണ് ഈ ഫോർ ഈച്ച്. അതായത് നമ്മൾ അറേ നെയിം ഡോട്ട് ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് മറ്റേ മെത്തേഡ് ഒക്കെ പോലെ തന്നെയാണ് ഇതിനെയും കോൾ ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിന്റെ പാരാമീറ്റർ? ഇത് ഈ ഫോർ ഈച്ച് ചെയ്യുന്നത് അരയിൽ കൂടെ ഈ ഫോർ ലൂപ്പ് ഒക്കെ പോലെ അരയിൽ കൂടെ ലൂപ്പ് ചെയ്തിട്ട് ഓരോ എലമെന്റിനെയായിട്ട് എടുക്കും. ഓരോ എലമെന്റിനെയായിട്ട് എടുത്തിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫംഗ്ഷന്റെ പാരാമീറ്റർ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഫോർ ഈച്ച് ഒരു മെത്തേഡാണ്, അതിന്റെ പാരാമീറ്റർ വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അനോണിമസ് ഫംഗ്ഷനോ ആരോ ഫംഗ്ഷനോ എന്ത് വേണമെങ്കിലും എഴുതാം. ആരോ ഫംഗ്ഷൻ അല്ലേ കുറച്ചും കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഞാൻ ആരോ ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. ആരോ ഫംഗ്ഷന്റെ സിന്റാക്സ് എന്താണ്? ഫംഗ്ഷൻ ബ്രാക്കറ്റ് ആരോ ബ്രേസസ് ഇത്രയും കൊടുക്കുന്നു. ഇതല്ലേ. ഇനി ഇപ്പോ ഫോർ ഈച്ച് ലൂപ്പ് ഓരോ അറേ എലമെന്റ്, അതായത് ഈ 1 2 3 എന്ന് പറഞ്ഞ് ഓരോന്നിനും എടുത്ത് ഈ ഫംഗ്ഷനിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോർ ഈച്ച് മെത്തേഡിനകത്ത് നമ്മൾ പാരാമീറ്റർ ആയി കൊടുത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഓരോ എലമെന്റും ആയിരിക്കും. നമുക്കിവിടെ നം എന്ന് കൊടുക്കാം. അപ്പൊ ഈ നം എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് അറേയിലെ ഓരോ എലമെന്റും ആയിരിക്കും. ഇനി ഇത് കൂടാതെ ഇതിന് രണ്ട് പാരാമീറ്ററും കൂടി ഉണ്ട്. ഇൻഡെക്സ്, അതായത് ഈ വരുന്ന നം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എലമെന്റിന്റെ ഇൻഡെക്സ് ഏതാണോ അത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ പാരാമീറ്റർ ഈ അരേ തന്നെയാണ്. അതായത് ഈ എൻറ്റയർ അരയില്ലേ, അത് ഞാൻ പുതിയൊരു വേരിയബിളിൽ എടുക്കുവാണ്, നമ്പറേ എന്ന് പറഞ്ഞിട്ട്. അതായത് എൻറ്റയർ അരയെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നമ്മിനെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യുവാണ്. ഈ ഫോർ ലൂപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടിയില്ലേ 1 2 4 എന്ന് പറഞ്ഞ്. അപ്പൊ ഇതാണ് ഫോർ ഈച്ചിന്റെ പ്രത്യേകത. നമുക്ക് ഇതുപോലെ അഡീഷണൽ ആയിട്ടൊരു കൗണ്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിൽ നിന്ന് ഇങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ സിമ്പിൾ ആയി റീഡബിളും ആയി അല്ലെ, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ലൂപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഡെവലപ്പേഴ്സ് ഒക്കെ കൂടുതലും പ്രിഫർ ചെയ്തത് ഈ ഫോർ ഈച്ച് മെത്തേഡ് ആണ് അറേ എലമെന്റ്സിനെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടാതെ ഫിൽറ്റർ, മാപ്പ്, റെഡ്യൂസ്, ഇങ്ങനെ 3 മെത്തേഡ്സും കൂടെ അറേയിൽ അവൈലബിൾ ആണ്. അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്